ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ റവ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. റവ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കപ്പിന്റെ അടുത്ത് എടുക്കാട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ 50 ml നെയ്യ് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ 50 ml എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കശുവണ്ടി, മുന്തിരി, പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ പൊടി വേണമെങ്കിൽ കളർ പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്, അത് ചൂടായിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് ചെറിയ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരുപാട് കളർ ചേഞ്ച് ആവരുത് കേട്ടോ, കുറച്ച് ഇതുപോലെ കുറച്ചൊന്ന് ആയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ മുന്തിരിയൊക്കെ ഇതിൽ വീർത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് ഒന്ന് ഇതുപോലെ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് റവ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. റവയുടെ കളറ് മാറരുത്. റവ ഇതുപോലെ നമ്മൾ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പൊ ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇതായിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാൻ അതേ പാനിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാനിപ്പോ റവ എടുത്തിരിക്കുന്ന ആ സെയിം കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പൊടി യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ വെള്ളമൊക്കെ ഇതുപോലെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആവും. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു 1 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. ഫ്ലെയിം കുറച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെന്ത് കിട്ടും. അപ്പൊ ഇതുപോലെ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പകുതി, ഞാൻ എടുത്തിരിക്കുന്ന നെയ്യുടെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ടാന്നുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ട, നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് മാത്രം ഉപയോഗിച്ചാല്. അപ്പൊ ഇതുപോലെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ നെയ്യൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് കുറവാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയണം. ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിപ്പോ വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പൊ വെള്ളം ആയതിനു ശേഷം പഞ്ചസാരയൊക്കെ അലിയുന്നതാണത്. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഇത് ഒന്നും കൂടി പിന്നെ ഡ്രൈ ആവും നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ.
അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഏലക്ക പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതിപ്പോ ആയി വരുന്നുണ്ട്. എന്താ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഈ പരുവം ആവുമ്പോഴാണ് നമുക്കിത് എടുത്ത് മാറ്റേണ്ടത്. ഒരുപാട് ആയാൽ നല്ല കട്ടിയായി പോവും. ഇതിപ്പോ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ആണ്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോവും. അത്രക്കും സൂപ്പറാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. ഉണ്ടാക്കാനായിട്ട് വെറും 10 മിനിറ്റ് മതി നമുക്ക്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എങ്ങനെയായെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാട്ടോ. താങ്ക്